ന്യൂജനൊക്കെ പറയുന്നത് പോലെ ഹലോ ഗായ്സ്, നമ്മൾ കേംബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. നമ്മൾ കേംബ്രിഡ്ജ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേംബ്രിഡ്ജ് ഇറ്റ്സെൽഫ് ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് ഓർത്ത് കളയും. പക്ഷേ കേംബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ഫേമസ് ആണ്. അതുകൊണ്ടാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 10-30 യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. അതിനകത്തൊരു 6-7 യൂണിവേഴ്സിറ്റീസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ, ബ്രിഡ്ജ് ഓഫ് സൈസ്, നെടുവീർപ്പുകളുടെ പാലം എന്നാണ് ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. ഈ ബ്രിഡ്ജ് സെൻറ്റ് ജോൺസ് കോളേജിൻ്റെ ഒരു വശത്തുനിന്ന്, അതായത് കോളേജിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് വേണ്ടിയാണ് ഇവർ മെയിൻലി ഈ ഒരു ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കോളേജിൽ നിന്നും ഫുഡൊക്കെ കോളേജിലേക്ക് ഹോസ്റ്റലിൽ നിന്നും കൊണ്ടുവരാനും ഡെലിവറി ചെയ്യാനും ഒക്കെ ഈ ഒരു ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സെൻറ്റ് ജോൺസ് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്, അതായത് 1955 ഡോക്ടർ മൻമോഹൻ സിംഗ് പഠിച്ചത് സെൻറ്റ് ജോൺസ് കോളേജിലാണ്. ഇത് കിച്ചൺ ബ്രിഡ്ജ് എന്ന് പറയും. ഈ ബ്രിഡ്ജിൻ്റെ ആർച്ച് കണ്ടോ, ഇത് വളരെ പൊക്കം താത്താണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പൊക്കമുള്ളവർ അതിലെ വരികയാണെങ്കിൽ നമ്മളുടെ ഗൈഡൊക്കെ അതിലെ കുനിഞ്ഞാണ് വന്നത്, കാരണം അയാൾക്ക് നല്ല പൊക്കമുണ്ട്. അതുപോലെ തന്നെ അയാൾ നിന്നുകൊണ്ടാണല്ലോ നമ്മളുടെ ബോട്ട് തുഴയുന്നത്. അപ്പോൾ ഇത് ട്രിനിറ്റി കോളേജിൻ്റെ ഒരു വശത്തുനിന്നും, അതായത് കോളേജിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് ആണ് ഈ ഒരു കിച്ചൺ ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ട്രിനിറ്റി കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് കേട്ടോ. വൺ ഓഫ് ദ ഫേമസ് കോളേജാണ് ഇൻ ദ വേൾഡ് ട്രിനിറ്റി കോളേജ്. ട്രിനിറ്റി കോളേജിലാണ് നമ്മൾ ജവഹർലാൽ നെഹ്റു 1907 പഠിച്ചത്. അതുപോലെ നമ്മുടെ രാജീവ് ഗാന്ധി 1961 പഠിച്ചതും ഈ ഒരു ട്രിനിറ്റി കോളേജിലാണ്. അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി പേര് ഈ ഒരു ട്രിനിറ്റി കോളേജിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾക്ക് വലിയൊരു ലൈബ്രറി ഉണ്ട്, റെൻ ലൈബ്രറി എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ ഫേമസ് ലൈബ്രറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്രിനിറ്റി കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ ശങ്കർ ദയാൽ ശർമ്മ, സരോജിനി നായിഡു, അതുപോലെ നമ്മുടെ മാത്തമാറ്റിഷ്യൻ രാമാനുജൻ, അതുപോലെ ആരൊക്കെയാണ് പഠിച്ചത്? ഡോക്ടർ വിക്രം സാരാഭായി, MS സ്വാമിനാഥൻ, അവരൊക്കെ പഠിച്ചത് നമ്മളുടെ ഈ ട്രിനിറ്റി കോളേജിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ഐസക് ന്യൂട്ടൻ പഠിച്ചതും ഈ ട്രിനിറ്റി കോളേജിൽ തന്നെയാണ്. അവിടെ വെച്ചാണ് പുള്ളിക്ക് നമ്മളുടെ തിയറി ഓഫ് ഗ്രാവിറ്റി, അതായത് ആപ്പിള് താഴേക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ആ പഠിച്ച തിയറി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ട്രിനിറ്റി കോളേജിൽ ഐസക് ന്യൂട്ടൻ പഠിച്ചപ്പോഴാണ്. ഈ ആപ്പിൾ, അതായത് അന്ന് ഐസക് ന്യൂട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആപ്പിൾ മരം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സിറ്റി ഉള്ളിലേക്കൊന്നും കയറി പോകാനായിട്ട് സാധിച്ചില്ല, കാരണം യൂണിവേഴ്സിറ്റീസിലെല്ലാം ഗ്രാജുവേഷൻ സെറമണി നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് അലൗഡ് അല്ലായിരുന്നു, ഇങ്ങനെ പോയി കാണാനേ പറ്റുള്ളായിരുന്നു. അതുപോലെ തന്നെ ഈ ബോട്ടിൽ നമ്മൾ കാണുമ്പോൾ ഉള്ള ആ യൂണിവേഴ്സിറ്റീസൊക്കെ നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോഴും കാണാം കേട്ടോ. പക്ഷേ ബോട്ടിൽ പോകുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയാണല്ലോ. അതുകൊണ്ടാണ് ബോട്ടിൽ തന്നെ നമ്മൾ യാത്ര ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ, 1.5-2 മണിക്കൂറെന്ന് തന്നെ പറയാം. പക്ഷേ ആദ്യമായിട്ടായിരുന്നു ഞങ്ങളിവിടെ വരുന്നത്. അതൊരു വേറിട്ട കാഴ്ചയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയെയും കൂടെ ഇവിടെയെല്ലാം കാണിക്കാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത്. എല്ലാവർക്കും, അതായത് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും ഇവിടെ വരാതിരുന്നത്. അങ്ങനെ നമ്മൾ നല്ലൊരു ഗൈഡായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ പുള്ളിക്കാരനെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ഈ കോളേജിൻ്റെ പേര് ഇതാണ്, ഈ ബ്രിഡ്ജിൻ്റെ പേര് ഇതാണ് എന്നെല്ലാം പുള്ളിക്കാരൻ കറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാപ്പലാണ് ഈ കാണുന്നത് കേട്ടോ. കിങ് കോളേജ് ചാപ്പൽ, അതായത് ഈ കോളേജിൻ്റെ അടുത്തിരിക്കുന്ന ചാപ്പലാണിത്. കിങ് കോളേജ് ചാപ്പൽ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു ചാപ്പലിൽ എല്ലാ വർഷവും ക്രിസ്മസിന് വലിയൊരു കരോള് നടക്കാറുണ്ട്. ആ കരോള് നമ്മുടെ TV വിയിലൊക്കെ വരുന്നതാണെന്നാണ് ഈ ഒരു ഗൈഡ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഒരു പക്ഷേ നമുക്കത് അടുത്ത ക്രിസ്മസിന് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാമായിരിക്കും. BBC-യിലും ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇതൊരു ബിഗ്ഗസ്റ്റ് ചാപ്പലാണ്. അതുപോലെ ഈ കോളേജാണെങ്കിലും, കോളേജിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സരോജിനി നായിഡു പഠിച്ചത് ഈ ഒരു കിങ്സ് കോളേജിലാണ് കേട്ടോ. സരോജിനി നായിഡുവിനെ അറിയപ്പെടുന്നത് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നായിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിനായിട്ട് പ്രവർത്തിച്ച പ്രധാന ഒരു ലേഡിയെന്നല്ല, പ്രധാന ഒരു ആളാണ് സരോജിനി നായിഡു.
അപ്പോൾ ആ സരോജിനി നായിഡു പഠിച്ചതും ഈ ഒരു കിങ്സ് കോളേജിലാണ്. നമുക്ക് അഭിമാനിക്കാം, നമ്മളുടെ ഒത്തിരി ഇന്ത്യൻ നേതാക്കന്മാർ ഇവിടെ കേംബ്രിഡ്ജിലെ പല കോളേജുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവും രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ പഠിച്ചിട്ടുള്ളത് ഈ കേംബ്രിഡ്ജുകളിലെ ഫേമസ് ആയിട്ടുള്ള കോളേജുകളിൽ തന്നെയാണ്. നമ്മളുടെ കൂടെ ഹോങ്കോങ്ങിൽ നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഒക്കെയുള്ള ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് നമ്മൾ കേട്ടത്. ഒരു സുഷിമോ എന്ന് പറയുന്ന ഒരു പോയറ്റ്, അതായത് ഈ കിങ്സ് കോളേജിലാണ് ആ പോയറ്റ് പഠിച്ചത്. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അയാൾ ഫെയർവെൽ ടു കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു പോയം എഴുതിയത്. അപ്പോൾ അത് ആ ഒരു ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അവർക്കറിയാമോ എന്ന് ചോദിക്കുമായിരുന്നു. അയാളുടെ പേര് സുഷിമോ എന്നാണ്. അപ്പോൾ അതാണ് ഈ പ്രധാന ഒരു കാരണം, അതായത് ചൈനീസ് ടൂറിസ്റ്റൊക്കെ കേംബ്രിഡ്ജ് സിറ്റി വിസിറ്റ് ചെയ്യുന്നൊരു പ്രധാന കാരണം അതാണെന്നാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഒത്തിരി ഫേമസ് ആൾക്കാർ ഇവിടെ പഠിച്ചതാണ് കേട്ടോ. നമ്മളുടെ കൂടെ തന്നെ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും ഒക്കെയുള്ള ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മളുടെ ഈ ഗൈഡ് പറയുന്നത് കേട്ടു, നിങ്ങൾക്ക് സുഷിമോ എന്ന് പറയുന്ന ആളെ അറിയാമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സുഷിമോ എന്ന് പറയുന്നത് ചൈനീസ് പോയറ്റാണ്. ആ ഒരു പോയറ്റ് ഈ കിങ്സ് കോളേജിലെ ഒരു സ്പെഷ്യൽ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. 1921-22 നാളുകളിലാണ് അയാൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ ഒരു സ്പെഷ്യൽ പോയമുണ്ട്, സെക്കൻഡ് ഫെയർവെൽ ടു കേംബ്രിഡ്ജ് എന്നാണ് അയാളുടെ പോയത്തിൻ്റെ പേര്. അപ്പോൾ അയാൾ പഠിച്ചതും ഈ ഒരു സെയിം കിങ്സ് കോളേജിൽ തന്നെയാണ്. 2008 അയാളുടെ ഓർമ്മയ്ക്കായിട്ട് ഈ കിങ്സ് കോളേജിൻ്റെ ബാക്കിലായിട്ട് മാർബിൾ സ്റ്റോണേൽ കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലൈൻ ഓഫ് ഫേമസ് പോയം, ഈ ഒരു പോയത്തിൻ്റെ സെക്കൻഡ് ഫെയർവെൽ ടു കേംബ്രിഡ്ജ് എന്ന് പറയുന്ന ആ പോയത്തിൻ്റെ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും അവിടെ കോളേജിൻ്റെ ബാക്കിലായിട്ടൊരു മാർബിൾ സ്റ്റോണേൽ കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇത് ക്യൂൻസ് കോളേജ് കോർട്ടാണ് കേട്ടോ. ഈ ക്യൂൻസ് കോളേജ് കോർട്ടിൻ്റെ ചെറിയ വിൻഡോ കണ്ടോ. അപ്പോൾ ആ ഗൈഡ് നമ്മളോട് പറഞ്ഞത് ആ ചെറിയ വിൻഡോ 1500കളിൽ ഈ മണിയൊക്കെ കളക്ട് ചെയ്യാനായിട്ട്, ടാക്സ് കളക്ടേഴ്സ് മണിയൊക്കെ കളക്ട് ചെയ്യാനായിട്ടാണ് ആ വിൻഡോ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്യൂൻസ് കോളേജിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് രാജകുമാരൻ, അതായത് ബ്രിട്ടൻ്റെ കറണ്ട് രാജകുമാരൻ ചാൾസ് രാജകുമാരൻ പഠിച്ചതും ഈ ഒരു ക്യൂൻസ് കോളേജിലാണെന്നാണ് പറയുന്നത്. 1967-71 കാലഘട്ടങ്ങളിലാണ് രാജാവ് ഇവിടെ പഠിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ ഇവിടെ ടേൺ ചെയ്യാനുള്ള സ്ഥലമാണ്, അതായത് നമ്മുടെ ബോട്ട് ടേൺ ചെയ്ത് കണ്ടോ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബോട്ട് ടേൺ ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതൊരു നല്ല കാഴ്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമ്മൾ കുക്കിംഗ് വീഡിയോസ് തന്നെയല്ല, നമ്മൾ ഇതുപോലെയുള്ള വ്ളോഗുകൾ ചെയ്ത് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനായിട്ടും ഒത്തിരി അധികം നന്ദിയുണ്ട്. നിങ്ങൾ ഇനിയും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ കമൻറ്റ് ബോക്സിൽ ചെറിയൊരു കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അതിലെ ഒരു താറാവ് കുഞ്ഞിൻ്റെ ചെറിയൊരു ഡക്ലിങ്, ചെറിയൊരു താറാവ് കുഞ്ഞ് അതിലെ അങ്ങ് പോകുന്ന കണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ചെറിയൊരു താറാവ് കുഞ്ഞ്. അപ്പോൾ അത് ആ ബോട്ടിലിരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഒരു കൗതുകകരമായിട്ട് തോന്നി. അപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ് കാണാത്ത ആരെങ്കിലും ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, അവരും കൂടി ഒന്ന് കാണട്ടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നേരിൽ വന്ന് കാണാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് നേരിൽ വന്ന് കാണണം കേട്ടോ. ഇതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ റോഡിൽ കൂടെയും ഈ ഒരു യൂണിവേഴ്സിറ്റീസൊക്കെ കാണാൻ പോയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്ന് ഓർത്തായിരുന്നു നമ്മൾ റോഡിൽ കൂടെ പോയത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസിൽ ഈ കുട്ടികളുടെ, അതായത് ഗ്രാജുവേഷൻ നടക്കുമായിരുന്നു. അവിടുന്ന് ഇറങ്ങുന്ന കുട്ടികളുടെ ഗ്രാജുവേഷൻ നടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലൊന്നും കാണാൻ പറ്റിയില്ല. കണ്ടോ, ഇവിടെ എല്ലാം ഗ്രാജുവേഷൻ സെറമണീസ് നടക്കുമായിരുന്നു എല്ലാ യൂണിവേഴ്സിറ്റി കൂടെയും.
പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു മ്യൂസിയം ഉണ്ട്, ഫ്രിറ്റ്സ് വില്യം മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. ഇവിടെ ഫ്രീ എൻട്രി ആണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ മ്യൂസിയത്തിൽ എന്താണെന്ന് കാണാവേ. താങ്ക്